Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in 63rd lesson ആണിത്. ഈ ലെസണിലൂടെ UniConnector എന്ന സ്ക്രിപ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഷേപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മോഡലിനെ സ്മൂത്ത് ചെയ്യുന്നതിനായി അതിന്റെ വെർട്ടെക്സുകൾക്ക് കണക്ഷൻ ആഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതുപോലെ വെർട്ടെക്സുകൾക്ക് കണക്ഷൻ ആഡ് ചെയ്യുന്നതിനായി ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായി വരാറുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെഗ്മെന്റുകളുടെ കണക്ഷൻ ഈസിയായി ആഡ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള മോഡൽ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മോഡലിംഗ് എങ്ങനെ ഈസിയാക്കി മാറ്റാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു കർവ്ഡ് സോഫയുടെ ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഒരു എക്സ്ട്രൂഡ് മോഡിഫയർ ആഡ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് ഇവിടെ എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ സ്മൂത്ത് ചെയ്യുന്നതിനായി ഇതിനെ എഡിറ്റബിൾ പോലെയായി കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു സെഗ്മെന്റ്സുകൾക്ക് ഇവിടെ കണക്ഷൻ ഇല്ല എന്ന് കാണാവുന്നതാണ്. നമുക്കിതിന് കണക്ഷൻ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിനെ സ്മൂത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ടർബോ സ്മൂത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് ലഭിക്കുക. നമുക്കിതിന്റെ സ്മൂത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനായി ഇതിലേക്ക് സെഗ്മെന്റ്സിനെ ആഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായത് നമ്മൾ ഈ ഒരു വെർട്ടെക്സുകൾക്ക് കണക്ഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ വെർട്ടെക്സുകളുടെ കണക്ഷൻ ആഡ് ചെയ്യാം. അതിനായി നമ്മൾ ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഈ ഒരു വെർട്ടെക്സും നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു UniConnector എന്ന സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വെർട്ടെക്സുകളുടെ കണക്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കണക്ഷൻ ആഡ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു കണക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു UniConnectorൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള വെർട്ടെക്സുകളുടെയും കണക്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഈസിയായി നമുക്ക് ഓരോ ക്ലിക്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വെർട്ടെക്സുകളുടെ എല്ലാം കണക്ഷൻ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു ടോപ്പ് പോർഷനിലെ എല്ലാ വെർട്ടെക്സുകൾക്കും കണക്ഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു മെഷിനെ ബോട്ടം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെയും നമുക്ക് കണക്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു വെർട്ടെക്സും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു UniConnectorൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ഈ ഒരു കണക്ഷൻ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ബാക്കി വെർട്ടെക്സുകൾക്കും ഇതുപോലെ കണക്ഷൻ ആഡ് ആവുന്നതാണ്. വളരെ ഈസിയായി നമ്മൾ ഈ ഒരു മോഡലിലേക്ക് ഈ ഒരു വെർട്ടെക്സുകളുടെ കണക്ഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈസിയായി ഇതിനെ സ്മൂത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മോഡൽ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഇത് സ്മൂത്ത് ചെയ്യുന്നതിനായി ഇതിലേക്ക് ടർബോ സ്മൂത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് ഇതിന്റെ റിസൾട്ട് ലഭിക്കുക. നമ്മൾ ഈ ഒരു വെർട്ടെക്സുകൾക്ക് കണക്ഷൻ ആഡ് ചെയ്താൽ മാത്രമേ ഈസിയായി ഇതിനെ മോഡിഫൈ ചെയ്യാനും ഇതിലേക്ക് ടർബോ സ്മൂത്ത് തുടങ്ങിയ മോഡിഫയറുകളെ ആഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ UniConnector യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം ഷേപ്പുകളിലുള്ള മോഡൽ വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ ഏതൊരു ഷേപ്പിലും നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു 3ds Maxന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു സ്ക്രിപ്റ്റ് സേവ് ചെയ്ത ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കാം. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ നമ്മളുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ഒരു ബട്ടനായി ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് എന്ന ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ UniConnector എന്ന ഈ ഒരു പേര് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മളുടെ ടൂൾ ബാറിലേക്ക് ഇതുപോലെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നത് വളരെ ഈസിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.